ആ ഗോളിലേക്ക് എത്താൻ ഇവിടെ കമ്പനി അവരുടെ സ്വപ്നം, ഈ കമ്പനിയുടെ സ്വപ്നം വഴി അവർക്ക് എത്താനുള്ള മാർഗങ്ങൾ ഇന്നതാണെന്ന് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെയുള്ള ഹെൽപ്പുകളൊക്കെ ചെയ്യണം. നിങ്ങളിവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന ഗോൾ നിങ്ങൾക്ക് ഇവിടെ അങ്ങനെ പല വഴിയിലൂടെയും അവരോട് കണക്റ്റ് ആവണം. പിന്നെ അവർക്ക് തീരെ നമ്മളെ കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ മാറി നിൽക്കാനും പാടില്ല. അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ, കോടതികൾ 2, 3, 4 നിലകളായിട്ട് വരും അല്ലേ. ഇപ്പോൾ നമ്മൾ സാധാ മുനിസിപ്പൽ കോടതി, ജില്ലാ കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി, ഇവിടെ കിട്ടാത്ത ചില പ്രശ്നങ്ങൾക്ക് നീതി തേടിയിട്ടാണ് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറി പോകുന്നത്. അങ്ങനെ അവസാനം ഒരു സുപ്രീം കോടതി ആയിട്ടെങ്കിലും ഓണർ അവരെ കൂടെ വേണം, അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങളുണ്ടാവും, പൊട്ടും ചീറ്റലുകൾ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ അറിയണം. എന്നാലും ഒരു പേഴ്സണൽ സ്പേസിലേക്ക് ഇവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്ന് ഓണറിനെ കുറിച്ച് അവരും ധരിക്കും, ഇത്രയേ ഉള്ളൂ എന്നുള്ളത് ഇവരും ധരിക്കും. അവിടെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ബിസിനസ്സിൽ മാത്രമല്ല, അതെല്ലാത്തടത്തും ഇത്തരം കാര്യങ്ങളിലൊരു സൂക്ഷ്മത എല്ലാവർക്കും നല്ലതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു വലിയൊരു മിസ്റ്റേക്ക് നമുക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം നമ്മൾ പറഞ്ഞ പേഴ്സണൽ സ്പേസിനെ കുറിച്ച്, അതുപോലെ നമ്മൾ കോമൺ ആയിട്ട് വരുത്തുന്ന മറ്റൊരു മിസ്റ്റേക്കാണ്, ഒരു എംപ്ലോയിക്ക് ഒരു പ്രശ്നം വരുന്ന സമയത്ത് അപ്പോൾ അടുത്തത് നമുക്ക് ഈ എംപ്ലോയർ റിലേഷൻഷിപ്പിൽ നിന്ന് മാറ്റി ഒന്ന് പിടിക്കാം. അതെ, ഇനി ഒരുപാട് ഉണ്ട്. നമ്മൾ ആ ഹയറാർക്കി പറഞ്ഞു വന്നതുകൊണ്ടാണ് നമ്മൾ ഈ എംപ്ലോയർ പിന്നെ അതുപോലുള്ള ഹയറാർക്കിയിൽ നിന്ന് ഇനി ഒരുപാട് മിസ്റ്റേക്സുകളുടെ വരിയുണ്ടല്ലോ. അതെ, നമുക്കൊന്നും കൂടെ ഒന്ന് മാറിപ്പിടിക്കാം. അല്ലെങ്കിൽ ഇതിൽ മാത്രമാകുമ്പോൾ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നിപ്പോ. നമ്മൾ എപ്പോഴും നമ്മളുടെ ഓഫീസിൽ നമ്മളൊരു ഒരു പഞ്ച്വാലിറ്റി, ഇപ്പോൾ ഷോപ്പ് ഇന്ന സമയത്ത് തുറക്കണം ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ. അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരു എംപ്ലോയി ആയിട്ട് പോകുന്നുണ്ട്. അതുപോലെ നമ്മൾ വരുത്തുന്ന മറ്റൊരു മിസ്റ്റേക്കാണ്, എംപ്ലോയീസിന്, ടീം മെമ്പേഴ്സിന് പരാതികളുണ്ടെങ്കിൽ അവർ പരാതി പറയുന്ന സമയത്ത് ഹയറാർക്കി ഉണ്ടായിരിക്കും. ഈ ഹയറാർക്കി ഒക്കെ ബേസ് ചെയ്ത് നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് സോൾവ് ചെയ്യും. നമ്മൾ ഓണേഴ്സ് ചെന്നിട്ട് നമുക്കറിയാതെ സോൾവ് ചെയ്യണം എന്നുള്ളത്, നമ്മൾ ചെന്നിട്ട് അവിടെ സോൾവിങ് നടക്കാതെ ഇരിക്കുന്നത്, 1-2 ദിവസമൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്, കുറെ ഇങ്ങനെ ക്ഷമിച്ച് നിന്ന് നോക്കും. അതായത് ഇപ്പൊ അവിടെ ഇത് ചിലപ്പോൾ കരുതിയ പോലെ ബ്രാഞ്ച് മാനേജേഴ്സിന് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ, കൈകാര്യം ചെയ്യുന്നത് കാണുന്നില്ല അല്ലെ. അതിന്റെ മുകളിലേക്ക് റീറ്റെയിൽ മാനേജർ താഴെ പോയി ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ കുറേയൊക്കെ നോക്കി നിൽക്കും. പിന്നെ അതിലേക്ക് അങ്ങ് ഇറങ്ങി അവിടെ നേരിട്ട് ഇവരൊക്കെ ബ്രേക്ക് ചെയ്ത് അങ്ങോട്ട് ചെല്ലും. പക്ഷെ അത് തെറ്റാണ്, വലിയ തെറ്റാണ്. അവിടെ എന്താ സംഭവിക്കുന്നതെന്നറിയോ, ഈ എംപ്ലോയി അവരുടെ റിപ്പോർട്ടിംഗ് മാനേജർ ആരാണോ അവരോടുള്ള അറ്റാച്ച്മെന്റ് മാറി നമ്മളോട് അറ്റാച്ച്ഡ് ആവും, നേരെ നമ്മളോട് കണക്റ്റഡ് ആവും. മനസ്സിലായില്ലേ? അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ തമ്മിൽ ഒരു കണക്ഷൻ അവിടെ വന്നു. ഈ നമ്മൾ ആ എംപ്ലോയിയോട് നാളെ എന്തെങ്കിലും എതിർത്ത് സംസാരിക്കുമ്പോൾ ഈ എംപ്ലോയിക്ക് പിന്നെ അതിൻ്റെ മുകളിൽ ഒരാളോടും പറയാനില്ല. അപ്പം നമ്മളെ അവസാന വാക്കായിട്ടുള്ള നമ്മൾ അത് ഒരു നോ അവരോട് പറയുന്ന സമയത്ത് അവർ നമ്മളെ മാത്രമല്ല വെറുക്കുക, നമ്മുടെ സ്ഥാപനത്തിനെയും വെറുക്കും. മറ്റേതാകുമ്പോൾ ഈ ഹയറാർക്കിയിൽ വരുമ്പോൾ ഇപ്പൊ ഒരു മാനേജർ നോ പറഞ്ഞു, സ്ഥാപനത്തിനെ വെറുക്കില്ല. ദേഷ്യം പരമാവധി വരുന്ന ആ മാനേജറോട്. അതെ, കാരണം അതിന്റെ മുകളിൽ ആളുകളുണ്ട് എന്നുള്ള ധാരണയില് നമ്മൾ ഓണേഴ്സ് ഡയറക്റ്റ്ലി ചെന്ന് ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത്, പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് ഒരാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ആ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്ക് ഭയങ്കരമായിട്ട് അത് ഹ്യൂമിലിയേറ്റഡ് ആവും. എപ്പോഴും ഒരു കെയർഫുൾ ആണ്. അതായത് ഇവിടെയും നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ കെയർഫുൾ ആവും. നമ്മളടുത്തോട്ട് ഒരു പ്രോബ്ലം എത്താതിരിക്കുകയല്ലേ വേണ്ടത്. എല്ലാം ശരിയാ. ഇപ്പം ഞാൻ എൻ്റെ കമ്പനിയിൽ ഇങ്ങനെ കംപ്ലൈൻറ്റ് ബോക്സൊക്കെ ഉണ്ട്, വളരെ കൃത്യമാണ്. അവർ കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അസിസ്റ്റൻറ്റും ഞാനും മാത്രമേ കാണുന്നുള്ളൂ, ബാക്കിയുള്ളവർ പോലും കാണുന്നില്ല. അതൊക്കെ